നമ്മൾ ബട്ടുക്കോവ് പോകുന്ന വഴിക്ക് ജനീവ വാച്ച് ഫാക്ടറി അവിടെ വന്നാണ്. വാച്ചസാണ് ജപ്പാൻ്റെയാണ്. അപ്പം ഒരുപാട് വാച്ചും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. റേറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മുടെ ബഡ്ജറ്റ് നോക്കുന്ന റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. വാച്ച് മാത്രമല്ല, സൺഗ്ലാസ്, ആക്സറീസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ബാഗുണ്ട്, സൺഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഫാക്ടറിയാണ് സംഭവം. നമ്മളതിൽ നോക്കിയത് നമ്മൾ ഓരോന്നിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞത് ഇതാണ്. 8 റിംഗറ്റ് വരുന്ന വാച്ചസാണിത്. ഇതാണ് സംഭവം. അതുപോലെ ക്ലിയറൻസ് സെയിലുണ്ട് 70%. പക്ഷേ അതൊക്കെ 3000 റിംഗറ്റൊക്കെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അതേപോലെ ഇവിടെ ഫൈവേഴ്സ് ബാൻഡിലുള്ള ജനീവ വാൽമി നല്ല അടിപൊളി സ്ഥലമാണ്. കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഐ തിങ്ക് ഇത് സൺഗ്ലാസ് ഏരിയയാണ്. ഇത് സംഭവം നൈസാണ്. കാർ ഐറ്റം വാ, ഇവിടെ നോക്കിയിട്ട് വാ. ഇവിടെ വാച്ച് സിസ്റ്റം പോലെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടോയ്സ് കാര്യങ്ങളുണ്ട്. ടോയ്സ് സൺഗ്ലാസിൻ്റെ ഏരിയയാണ്. വാച്ചസാണ്. ഫുള്ള് വാച്ചാണ് കൂടുതൽ. വാച്ചുകളാണ് ഫുള്ള്. ഉമാശങ്കർ വീഡിയോ കാണുന്നതിന് ഉമാശങ്കർ മസ്റ്റായിട്ട് ഇവിടെ വന്ന് നോക്കുക. ഓഫീസിലെ ഒരാളാണ്, വാച്ച് എന്തൂസിയാസ്റ്റാണ്. പുള്ളിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക ഈ ഒരു സ്ഥലം. കാരണം അടിപൊളി ഐറ്റമാണ്. പിന്നെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്. ടോയ്സ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. സോറി, നമ്മൾ ബട്ടു കേവിലേക്ക് പോവുകയാണ്. അങ്ങോട്ടുള്ള വഴിയാണ് ബട്ടു കേവ്സ്. തിരക്കുണ്ട്, അത്യാവശ്യം ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ബാട്ടു കേവിന് അടുത്താണ്. പക്ഷെ നല്ല റഷാണ്. അതെ, എൻ്റെ സ്വപ്നത്തിലെ AVM സ്റ്റുഡിയോ ഇതല്ലെന്ന് പറഞ്ഞ പോലെ അമൽ പറയുന്നത്, അമൽ കണ്ടിരിക്കുന്നല്ലേ? അത് ബാട്ടു കേവ് ഇങ്ങനെയല്ലെന്നാണ് പറയുന്നത്. എടാ, അതിനടുത്തില്ലട്ടാ. നമ്മൾ അടുത്ത് നോക്കുന്നതല്ല, അകലെ നോക്കുന്നത്, നമ്മൾ വ്യത്യാസമുണ്ട്. ഓക്കെ, എന്തായാലും ആട്ടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗേറ്റ് വരുന്നത്. യു ക്യാൻ സീ ദ ഗേറ്റ്. അവിടെ നമുക്ക് മുരുകൻ്റെ പ്രതിമയും കാണാൻ സാധിക്കുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. യെസ്. അപ്പോൾ നമ്മൾ ഗേറ്റിനകത്തൂടെ കയറുകയാണത്തേക്ക് സുബ്രഹ്മണ്യ ഒരു വലിയ മലയും ഉണ്ട്. നമ്മുടെ ടെമ്പിള് റെയിൻബോ സ്റ്റെപ്സ് ആണ്. അത് ഫുള്ള് കയറണം. 272 സ്റ്റെപ്സ് ഉണ്ട്. സോ നമുക്കതിനെ മേലെ കയറണം. ഏകദേശം എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല, എന്നാലും മേലെ വലിഞ്ഞ് കയറാം. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ എടുത്തോ. നമ്മൾ മേലോട്ട് നടന്ന് കയറുകയാണ്. നമ്മളെല്ലാം റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ കയറുകയാണ്. നമ്മൾ മേലേക്ക് കയറുകയാണ് ഓരോ സ്റ്റെപ്പായിട്ട്. $272 സ്റ്റെപ്സ് ഉണ്ട് ഫുള്ള്. അപ്പോൾ നമ്മൾ വലിയൊരു കഠിനമായിട്ടുള്ളതല്ലെന്ന് കരുതാം. പിന്നെ കുത്തനെ സ്റ്റെപ്പായതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഇതാണ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള മുരുകൻ്റെ സ്റ്റാച്ചു തന്നെയാണ്. ഇത്രയും കയറിയപ്പോൾ തന്നെ നമ്മൾ അണച്ച്. നമ്മളിപ്പോൾ ഇത്രയും സ്റ്റെപ്പ് കയറി ഇവിടെ എത്തിക്കുകയാണ്. ഇനിയും കയറാനുണ്ട്. ഐ തിങ്ക് കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. Shadow is fresh? No.
നമ്മൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഇഷ്ടംപോലെ ഉറങ്ങാറുണ്ട്. നമ്മൾ ടെമ്പിളിനകത്തോട്ട് കയറി. വാ സൂപ്പർ. ഇത് ശ്രീ ഇടുമ്പൻ ടെമ്പിൾ. അതാണ് അതിൻ്റെ വ്യൂ വരുന്നത്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. വാ സൂപ്പർ. ഇതുവഴി നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ്. ഇതാണ് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മല കേൾക്കണം. ഓ ദിസ് ഇസ് വാട്ട് ശിവ നേച്ചർ ഹാസ് മെയ്ഡ്. ആണ് ബ്യൂട്ടി നോക്കി. ഒരു ഭയങ്കര തണുപ്പായിട്ട് അങ്ങനൊരു ഫീലാണ്. അവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. നമുക്ക് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഷൂ അഴിച്ചിടണം. സോ നമ്മളതിനകത്ത് നടന്ന് കയറി. അടുത്തതാണ് അതിനകത്ത് നടന്ന് കയറി. കുറേ വവ്വാലൊക്കെ ഉണ്ട്. ശ്രീവള്ളി ദേവി മൊത്തം വായിക്കാത്തതുകൊണ്ട് കേട്ടോ, സോറി. ശ്രീവള്ളി ദേവയാനി മുരുകൻ അതന്നെ കേട്ടോ. നമ്മളതിൻ്റെ മേലെ കൂടെ കയറുകയാണ്. ഓ അടിപൊളി കേട്ടോ. ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ സീനിക്കാണ് സംഭവം. ബ്യൂട്ടിഫുൾ. അത്യാവശ്യം ടയേർഡാകും നമ്മൾ കയറും എങ്ങനെയായാലും. ബട്ട് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ലുക്ക് അറ്റ് ദ വ്യൂ. ഞാനത് വെള്ളമാണെന്ന് തോന്നുന്നു വീഴുന്നത്. നമ്മളെത്തിയിരിക്കുകയാണ്. ഇതിനകത്തെത്തി. സ്ഥലപ്പേരെന്തോ ഇതിൻ്റെ. കേബിൾ കാറിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. കേബിൾ കാർ കാണുന്നില്ല ഇതിനകത്ത്. ഓക്കെ. നമ്മൾ കേബിൾ കാറിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ചിങ് സ്വീ ടെമ്പിൾ. അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. കേബിൾ കാർ വഴി നമ്മൾ മേലെ എത്തി. കേബിൾ കാറിൽ നിന്ന് ഫസ്റ്റ് സ്റ്റോപ്പ് അവിടെ ചിങ് സ്വീ ടെമ്പിൾ സ്റ്റോപ്പാണ്. അവിടെ ഇറങ്ങി ഇനി നമ്മൾ നേരെ മേലേക്കൂടെ വെള്ളച്ചാട്ടം കാര്യങ്ങളുണ്ട്, അങ്ങോട്ട് പോകും. ഈ പുള്ളിയാണ് ഫൗണ്ടർ, ശ്രീ ദത്തോശ്ശേരി ലെംഗോക്ക. നല്ല കാറ്റുണ്ട് കേട്ടോ. വെയിലാണ്. നല്ല കാറ്റും അടിപൊളി. ഇവിടെ പടക്കം കൊണ്ട് കുറച്ച് കേട്ടോ. എന്നാ നോക്കില്ല. ഇവിടുത്തെ വ്യൂ ഇതാണ്. ഇത്രയും വെയിലാണെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഇവിടെ.
പിന്നെ ജേർണി ടു എൻലൈറ്റ്മെൻറ്റ് എന്നുള്ള അങ്ങോട്ട് നമുക്ക് പോവാം. ജേർണി ടു എൻലൈറ്റ്മെൻറ്റ് അങ്ങോട്ട് പോകാം നമുക്ക്. മഞ്ഞപ്പൊടി വന്നിരിക്കുന്നുണ്ടോ? ഇതാണ് കിങ് പാലസ്. ഇതാണ് നാഷണൽ മോസ്ക്. ഇത് നമ്മുടെ ഡേ 3 ആണ്. നമ്മളിപ്പം രാവിലെ നാഷണൽ മ്യൂസിയം, ഇപ്പം നാഷണൽ മോസ്കിലൂടെയാണ് വന്നേക്കുന്നത്.
നല്ല വെയിലാണ്. വെയിൽ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ സിംഗപ്പൂർ, തായ്ലൻഡ് അവിടെയൊക്കെ ട്രെയിൻ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ലുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു ഭയങ്കര കിടിലൻ ലുക്ക്. കണ്ടു കഴിഞ്ഞാൽ എന്തോ മ്യൂസിയം ഒക്കെ പോലെ തോന്നും. പക്ഷേ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. അടിപൊളി ആയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരുപാട് ടൈപ്പ് കാറുണ്ട് കേട്ടോ. എല്ലാം വിൻറ്റേജ് ആയാലും മോഡേൺ ആയാലും ഇഷ്ടം പോലെ കാറുകളും എല്ലാം ഒരുവിധം എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ചാന്ന് തോന്നുന്നു. ഈവൻ സ്കൂട്ടറിന് വരെ ഭയങ്കര സൗണ്ട്. പക്ഷേ എന്നാൽ ഇവിടുത്തെ MVD പോലെ അങ്ങനെയൊന്നും പിടിക്കാത്തതാണോ, ഇവിടെ ലീഗലാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ സംഭവമല്ല, അടിപൊളിയായിട്ടുണ്ട്. മേലേക്ക് കയറുകയാണ്. മേലേക്ക് പടി കയറി നമ്മൾ, ഇതാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. പടി കയറി ഇപ്പോൾ ഗാലറി സി, ഗാലറി എയും ബി കഴിയും, സി ആണ്. ഇതൊക്കെ പോലെ ഇപ്പോഴത്തെ റെയിൽ പാലസ് ടൈപ്പ് കൈൻഡ് ഓഫ്
റബ്ബർ പെട്ടെന്ന് എൻ്റെ അളവ് ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ സൈക്കിള്. താഴെ ഗ്ലാസ് ഇട്ട് കുഴപ്പമില്ല തോന്നില്ല. തേങ്ങ പൊതിക്കുന്നത് കെലപ്പ ഈസ് തേങ്ങ പൊതിക്കുന്നതാണ്. ഈ പുള്ളി എന്തോ ചെയ്യുന്നുണ്ട്, തേങ്ങ ഒക്കെ വലിച്ചു പറിച്ചിടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് സൈക്കിൾ പണ്ടത്തെ. പുള്ളി എന്തോ ചെയ്യുന്നത്, എന്തോ സംഭവിച്ചില്ല. പോലീസുകാരൻ നമ്മൾ നേരിട്ട് വന്ന് കണ്ടാലേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സംഭവമുണ്ട്. ഇപ്പോൾ നേരിട്ട് വന്ന് കാണാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. 12 മണിക്കാണ് ചെക്ക്. 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം അവസാന ദിവസം നമുക്ക് പുത്രജ ട്രിപ്പ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മലേഷ്യയിൽ. നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തു. 12 മണിക്കാണ് ചെക്കൗട്ട് ചെയ്തു. കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മണി എക്സ്ചേഞ്ച് ചെയ്യണം, അതിനുവേണ്ടി പോയതാണ്. അതേപോലെ നമുക്ക് ഫ്ലൈറ്റ് 10:30ക്കാണ് രാത്രിയിൽ. പിന്നെ 3 മണിക്ക് നമുക്ക് പുത്രജയ, അവിടെ ഒരു ട്രിപ്പും കാര്യങ്ങളുണ്ട് ലാസ്റ്റ് ഡേയുടെ. അതങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങണം. അതുപോലെ കുറച്ച് സാധനങ്ങൾ നോക്കണം, അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് വന്നത് ഷാസ് ഹോളിഡേയ്സിൻ്റെ ഇതിലാണ്. 3 നൈറ്റ് 4 ഡേയ്സ് അതാണ് അല്ലേ. നിങ്ങൾ സിമ്മ് കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ ഈ 7-Eleven ഇവിടെ വന്നെടുക്കുക. കാരണം വിലക്കുറവ് ഇവിടെയാണ്. എയർപോർട്ടിൽ നിന്നാണെങ്കിലും ഇവിടെയൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ വന്നെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 7-Eleven ഇവിടെ തന്നെ മലേഷ്യൻ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് സെർച്ച് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. ഇവിടെയുണ്ട്. ഓക്കെ. എയർപോർട്ടിൽ നിന്ന് എടുക്കേണ്ട നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നേരെ 7-Eleven വന്നിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതൊന്ന് ശ്രദ്ധിച്ചോളുക. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് തന്നെ അന്ന് നാസി ലെമാക്ക് ഇവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഇവിടുന്ന് കുഴപ്പമില്ല. 15-16 റിംഗറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ലാസ്റ്റ് ദിവസത്തെ ലഞ്ച് കൂടെ കഴിക്കാമെന്ന് കരുതുന്നു. തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് നല്ല ചൂടാണ് കേട്ടോ. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം 9-10. കഴിഞ്ഞ ദിവസം കഴിച്ചത് ഈ 15-നാണ്. നാസി ലെമാക്ക് മസ്മതി അയാം ബെരംപ് അതാണ് കഴിച്ചത്. അപ്പോൾ നോക്കട്ടെ, നമ്മളിവിടെ സീറ്റില്ല, മൊത്തത്തിൽ തിരക്കാണ്. നോക്കാം. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിച്ച റൂമിന് അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റും. അപ്പം അവിടെ നിന്നും ഫുഡ് കഴിക്കുന്നത് ചീപ്പറാണ് കുറച്ച്. നമുക്ക് വേണമെങ്കിൽ എന്താണ് ചിലവ് ചുരുക്കിയാണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. വലിയ പ്രശ്നങ്ങളില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കാൻ പറ്റും ഫുഡ്. അവിടുത്തെ ഫുഡ് കഴിച്ചു കുഴപ്പമില്ലാതെ. അപ്പോൾ നമ്മൾ പുത്രജയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ഹോട്ട് വെതറാണ്. എന്താ പറയുക, നല്ല ചൂടുണ്ട്. അത്യാവശ്യം കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്, തിരക്കുണ്ട് അത്യാവശ്യം. പുത്രജയ പിന്നെ നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ ഇത്ര പേരുണ്ട്. നമ്മൾ വന്ന ബസ്സാണ്, അങ്കിൾ ബസ്സാണ് നമ്മൾ വന്നത്. ഇതാണ് ആ ഒരു അടിപൊളി മഞ്ഞ ജാസ് ഒരെണ്ണം കിടക്കുന്നത്. നമ്മൾ വന്ന ബസ് ഇതാണ്, അങ്കിൾ ബസ്സാണ്. അടിപൊളിയാണ്.
അപ്പം ഇന്ന് ചൂട് സാധാരണഗതി ഇവിടെ ഭയങ്കര ചൂടാന്ന് തന്നെയാണ് പറയുന്നത്. ചൂടും വൈകുന്നേരം മഴയാണ്. സോ വീണ്ടും നമ്മൾ ഗ്രൂപ്പിലോട്ട് പോവാണ്. നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, റംദാനൊക്കെ ആയതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. 4 മണിയാകുമ്പോൾ ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ പുറത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല ഹോട്ട് വെതറാണ്. ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹോട്ട് വെതർ. നമ്മൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്ന് കാണുന്നു. ഓക്കെ, വൈകുന്നേരം മഴ പെയ്യുമോ എന്ന് സംശയമുണ്ട്. മഴ പെയ്യാൻ സാധ്യത കുറവാണ്, പക്ഷെ എന്നാലും മഴക്കാറുണ്ടായിരുന്നു. ഈ വ്ളോഗ് എങ്ങനെയാവുന്നൊരു പിടിയില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയോജനപ്പെടുമായിരിക്കും, നോക്കാം. ഇത് പുത്രജയ അത് നമ്മൾ പുറത്ത് താഴോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. നല്ല കാറ്റുണ്ട്, ചൂടിത്തിരി കുറഞ്ഞു, ചെറിയൊരു ശമനമുണ്ട് ചൂടിന്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ, നാണിക്കച്ചപ്പ് താരാതയം തരതയം 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 തരവ താരാതയം തരതയം 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 തിരകളെല്ലാം ചെമ്മാനം പാടണ തുറയളയൻ അങ്ങേ കനവിലെ വള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് താനും കുട്ടി നോക്കി നടക്കണ ആരാണ്, ആരാണ്? കൈ പിടിച്ചാൽ കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിവളത്തണലോലം കളിയാടാനീ കിളിവളത്തണലോലം എന്നാൽ കൊണ്ടേ പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം പൂക്കാലം പാടിയോ ആയിരം കാവിലെ വെണ്ണിലാവേ പുല്ലകൾ പൊന്നുപോലെ പച്ചകത്താരും താരേ തുറന്നു തുറന്നു വന്നല്ലോ നീയും കൂട്ടും നീയായി കണ്ടാളേ അക്ഷരത്തോളിൽ പെണ്ണാളെ മഴവില്ലിന്റെ വർണ്ണങ്ങൾ അനുരാഗത്തിൽ അഴകേഴും നിന്നിൽ കണ്ണും തട്ടേ എന്നെ കുഞ്ഞാരെ കിതയ്ക്കുന്നു നീ ശ്വാസമേ.
ഇനിയുണ്ട് ഇതിനകത്ത്. ഒന്നുമില്ലല്ലോ നോക്കി. ഇതോടെ വേസ്റ്റാണ്. നമ്മൾ ഇത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ലഗേജും കാര്യങ്ങളും എടുക്കും. അമല ഇത് എടുത്തോളാം. ഇത് എടുത്ത് ഇതായിരുന്നു നമ്മുടെ ട്രിപ്പിന് വന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ ചെക്കിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ബസ്സുണ്ടല്ലോ. അതാണെന്ന് തോന്നുന്നു നമുക്കുള്ള ഫ്ലൈറ്റ്. ഐ തിങ്ക് സോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് അങ്ങോട്ട് നമ്മുടെ ഫ്ലൈറ്റാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തോട്ട് പോവുകയാണ്. നമ്മുടെ 8B 8C ആണ് സീറ്റ് വരുന്നത്. അത് നോക്കണം, എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം സീറ്റ്. നമ്മൾ ഇവിടുത്തെയുള്ള കുറച്ച് പേര് വേറെ ഫ്ലൈറ്റിൽ പോയി, കുറച്ച് പേര് ഈ ഫ്ലൈറ്റിലാണ്. ഇതിപ്പോൾ ഒന്നാമത്തെ റോയാണ്. നമുക്ക് 8B 8C ആണ്. ഇതിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലെത്തി. സമയം 11 വരുന്നില്ലേ? വാ. അങ്ങനെ നമ്മൾ എയർപോർട്ട് കൊച്ചിയിലെത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം 12:10. അപ്പോൾ ഫൈനലി നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് പരിസമാപിച്ചിരിക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ജേർണി. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻ്റർനാഷണൽ ട്രിപ്പുകളൊക്കെ പോകാൻ പറ്റട്ടെ. അതിനുള്ള എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും സമയമെല്ലാം ഉണ്ടാകട്ടെ.